നമസ്കാരം. ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രാഥമിക സമാധാന കരാറിൽ അമേരിക്കയും ഇറാനും ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകൾ. നിലവിലുള്ള വെടിനിർത്തൽ നീട്ടുന്നതിനും ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുമുള്ള 60 ദിവസത്തെ കരാറിലാണ് ധാരണയായത്. നിലവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിപ്പ് തുടരുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രാഥമിക സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകൾ. നിലവിലുള്ള വെടിനിർത്തൽ നീട്ടുന്നതിനും ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുമുള്ള 60 ദിവസത്തെ കരാറിലാണ് ധാരണയായത്. ഇറാന്റെ ഉന്നത നേതൃത്വം ഈ നിർദ്ദേശത്തിന് ഇതിനകം അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിപ്പ് തുടരുകയാണ്. ബുധനാഴ്ച ചർച്ചകളുടെ പുരോഗതിയിൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ തനിക്ക് കൂടുതൽ സമയം വേണമെന്ന് അദ്ദേഹം മധ്യസ്ഥരെ അറിയിച്ചതായും സൂചനയുണ്ട്. ഹോർമുസിലെ ഉപരോധങ്ങൾ നീക്കണമെന്ന ഇറാന്റെ നിർദ്ദേശത്തിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്ന് ട്രംപ് മുൻപ് പ്രതികരിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്കിലെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതാണ് കരാറിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പുതിയ നിർദ്ദേശപ്രകാരം ഹോർമുസിലൂടെയുള്ള സുരക്ഷിത കപ്പൽ ഗതാഗതം ഇറാൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 30 ദിവസത്തിനുള്ളിൽ കടലിലെ മൈനുകൾ നീക്കം ചെയ്യണമെന്നും വാണിജ്യ കപ്പലുകളെ തടയില്ല എന്നും ഇറാൻ സമ്മതിച്ചതായാണ് റിപ്പോർട്ട്. കപ്പലുകളിൽ നിന്ന് യാതൊരുവിധ ടോളും ഈടാക്കാൻ പാടില്ല എന്നും വ്യവസ്ഥയുണ്ട്. ഇതിന് പകരമായി മേഖലയിലെ നാവികോപരോധം അമേരിക്ക ഘട്ടം ഘട്ടമായി ലഘൂകരിക്കും. ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന ഇറാന്റെ ഉറപ്പും കരാറിന്റെ ഭാഗമാണ്. 60 ദിവസത്തെ ചർച്ചാവേളയിൽ യുറേനിയം സമ്പുഷ്ടീകരണം, ഇറാന്റെ മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടുനൽകൽ, മാനുഷിക സഹായം എന്നിവ ചർച്ചാ വിഷയമാകും. അതേസമയം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് താൽക്കാലിക ക്രമീകരണത്തിനുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണെന്നും അന്തിമ സമാധാന കരാറല്ല എന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഒരു രാജ്യത്തിനും അനുവദിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കവെയാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏതെങ്കിലും ഒരു രാജ്യത്തിന് മാത്രമായി വിട്ടുകൊടുക്കാൻ അനുവദിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഒമാന് കർശന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കുമായി തുറന്നു കിടക്കേണ്ടതാണെന്നും ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യം മാത്രം നിരീക്ഷിക്കേണ്ട ഒന്നല്ല ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ ഭാഗത്തുനിന്നും ശക്തമായ നിരീക്ഷണം ഉണ്ടാകുമെന്നും എന്നാൽ മറ്റൊരു രാജ്യത്തെയും ഇതിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ അനുവദിക്കില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ ഒമാൻ മറ്റെല്ലാവരെയും പോലെ സാധാരണ രീതിയിൽ പെരുമാറണമെന്നും അല്ലാത്തപക്ഷം ഒമാനെ തകർക്കേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും നിലവിലെ പുരോഗതിയിൽ അമേരിക്ക പൂർണ്ണ തൃപ്തരല്ലെന്നും ട്രംപ് വ്യക്തമാക്കി. വൈറ്റ് ഹൌസിൽ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൽ സംസാരിക്കവെയാണ് നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി ഉൾപ്പെടെയുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങാൻ അമേരിക്ക മടിക്കില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഏതൊരു സാഹചര്യത്തിലും ഇറാൻ ആണവായുധം കൈവശപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് ട്രംപ് ആവർത്തിച്ചു വ്യക്തമാക്കി. നിലവിൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിനെക്കുറിച്ചോ മരവിപ്പിച്ച ഇറാനിയൻ ഫണ്ടുകൾ വിട്ടു നൽകുന്നതിനെക്കുറിച്ചോ ചിന്തിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പുവരുത്തുന്നതും കർശനമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതുമായ കരാറുകൾക്ക് മാത്രമേ അമേരിക്ക അംഗീകാരം നൽകുകയുള്ളൂവെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. ആഗോള കത്തോലിക്ക വിശ്വാസികളോട് പ്രാർത്ഥനാ അഭ്യർത്ഥന നടത്തി ലിയോ 14 പാപ്പ. ലോകസമാധാനത്തിനായി 2026 മെയ് 30 വിശ്വാസികൾ പരിശുദ്ധ പിതാവിനോടൊപ്പം ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പാപ്പ അഭ്യർത്ഥിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങളും സംഘർഷങ്ങളും ഭീതി വിതയ്ക്കുന്ന പശ്ചാത്തലത്തിൽ ലിയോ 14 പാപ്പയുടെ നേതൃത്വത്തിൽ മെയ് 30 വത്തിക്കാനിൽ സമാധാനത്തിനായുള്ള ആഗോള ജപമാല പ്രാർത്ഥന നടക്കും. റോം സമയം വൈകിട്ട് 7 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന പ്രാർത്ഥന ശുശ്രൂഷകൾ വത്തിക്കാൻ മാധ്യമങ്ങളിലൂടെ തത്സമയം സംപ്രേക്ഷണം ചെയ്യും. ഈ ആഗോള പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കുചേർന്ന് സമാധാനത്തിനായി അപേക്ഷിക്കുവാൻ ലോകമെമ്പാടുമുള്ള മുഴുവൻ വിശ്വാസികളെയും പരിശുദ്ധ പിതാവ് ക്ഷണിച്ചു. വത്തിക്കാൻ ഉദ്യാനത്തിലെ ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയ്ക്ക് മുന്നിൽ വെച്ചാണ് മാർപ്പാപ്പ ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. വത്തിക്കാൻ ഡിക്കാസ്ട്രി ഫോർ ഇവാഞ്ചലൈസേഷൻ ആണ് ഈ ആഗോള പ്രാർത്ഥനാ യജ്ഞം ഏകോപിപ്പിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അന്താരാഷ്ട്ര മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ വത്തിക്കാനിലെ പ്രാർത്ഥനയോടൊപ്പം തത്സമയം അണിചേരും എന്നത് ഈ ശുശ്രൂഷയുടെ സവിശേഷതയാണ്. മാനവരാശി നേരിടുന്ന പ്രതിസന്ധികളിൽ ജപമാല എന്ന ശക്തമായ ആയുധത്തിലൂടെ ദൈവമാതാവിന്റെ മാധ്യസ്ഥ്യം തേടുവാനും യുദ്ധക്കെടുതികളിൽ വലയുന്ന ജനതകൾക്ക് ആശ്വാസമേകുവാനും ഈ ആഗോള പ്രാർത്ഥനാ സംഗമം ലക്ഷ്യമിടുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിലെ പ്രാദേശിക സഭകളും ഈ സമയം ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ലിയോ 14 പാപ്പായുടെ ആദ്യ ചാക്രിക ലേഖനത്തെ പ്രശംസിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റസ് എന്ന ചാക്രിക ലേഖനം അതീവ ഗൗരവമുള്ളതും അർത്ഥവത്തായതുമാണെന്നും JD വാൻസ്.
നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മാനവികതയുടെയും മനുഷ്യന്റെ അന്തസ്സിന്റെയും സംരക്ഷണം മുൻനിർത്തി ലയോ 14 പാപ്പ പുറപ്പെടുവിച്ച മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റീസ് എന്ന ആദ്യ ചാക്രിക ലേഖനത്തെ പ്രശംസിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. ചാക്രിക ലേഖനം താൻ പൂർണ്ണമായും വായിച്ചു തീർത്തിട്ടില്ലെങ്കിലും ഇതുവരെ വായിച്ച ഭാഗങ്ങൾ അതീവ ഗൗരവമുള്ളതും അർത്ഥവത്താണെന്നും NBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. മെയ് 25 പ്രസിദ്ധീകരിച്ച ലയോ 14 പാപ്പയുടെ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റീസ് എന്ന ആദ്യ ചാക്രിക ലേഖനം വളരെ ആഴമുള്ളതാണെന്ന് വാൻസ് പറഞ്ഞു. യുദ്ധങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നതിനെതിരെ മാർപ്പാപ്പ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നൂറ്റാണ്ടുകളായി സഭ വിശ്വസിച്ചു പോരുന്ന ജസ്റ്റ് വാർ എന്ന പഴയ സിദ്ധാന്തം ഇന്നത്തെ കാലത്തിന് ചേർന്നതല്ലെന്ന് പാപ്പ പറയുന്നു. കാരണം യുദ്ധരംഗത്ത് AI സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം മൂലം ഈ പഴയ സിദ്ധാന്തം കാലഹരണപ്പെട്ടതായി മാർപ്പാപ്പ നിരീക്ഷിച്ചു. യുദ്ധങ്ങളെക്കാളും ആയുധങ്ങളെക്കാളും ഉപരിയായി ചർച്ചകൾ, നയതന്ത്രം, ക്ഷമ എന്നിവയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാനവികതയ്ക്ക് ഇന്ന് കൂടുതൽ ഫലപ്രദമായ മാർഗങ്ങളുണ്ടെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. യുദ്ധരംഗത്ത് AI ഉപയോഗിക്കുന്നതിന് കർശനമായ ധാർമ്മിക നിയന്ത്രണങ്ങൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലയോ 14 പാപ്പയുടെ ഈ നിലപാടിനെ വാൻസ് പിന്തുണച്ചു. ധാർമ്മികതയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും മാറുന്നില്ല. എന്നാൽ ലോകം മാറുമ്പോൾ ആ തത്വങ്ങൾ പ്രയോഗിക്കുന്ന രീതിയിൽ മാറ്റം വരണം. യുദ്ധരംഗത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ നാം തീർച്ചയായും ജസ്റ്റ് വാർ സിദ്ധാന്തം പുതുക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ പുതിയ ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ കത്തോലിക്ക സാമൂഹിക പ്രബോധനങ്ങളെ പുനർവിചിന്തനം ചെയ്യാനാണ് പാപ്പ ശ്രമിക്കുന്നത്. അതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും JD വാൻസ് പറഞ്ഞു. അമേരിക്കയിലെ ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിന് പെന്തക്കുസ്ത ദിനത്തിൽ പ്രാർത്ഥന നിർഭരമായ തുടക്കമായി. അമേരിക്കയുടെ 250 വാർഷിക ആഘോഷത്തിനിടെയാണ് ഇത്തവണത്തെ ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. 2026 അമേരിക്കൻ ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിന് ഫ്ലോറിഡയിലെ സെന്റ് അഗസ്റ്റിനിൽ തുടക്കമായി. ഇക്കഴിഞ്ഞ ഞായറാഴ്ച പെന്തക്കുസ്ത തിരുനാൾ ദിനത്തിൽ മിഷൻ നോംബ്രയിലെ അവർ ലേഡി ഓഫ് ലാലേച്ചെ ദേവാലയത്തിൽ പെന്തക്കുസ്ത ദിവ്യബലിയോടെയാണ് തീർത്ഥാടനത്തിന് ആരംഭം കുറിച്ചത്. അമേരിക്കയുടെ 250 വാർഷിക ആഘോഷത്തിനിടെയാണ് ഇത്തവണത്തെ ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനമെന്നത് ശ്രദ്ധേയമാണ്. ദൈവത്തിന് കീഴിലുള്ള ഒരു രാഷ്ട്രമെന്ന പ്രമേയമാണ് ഇത്തവണത്തെ തീർത്ഥാടനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. രാജ്യത്തിന്റെ ചരിത്രവുമായി ദിവ്യകാരുണ്യ വിശ്വാസത്തെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് ഇത്തവണത്തെ തീർത്ഥാടനത്തെ വിശേഷിപ്പിക്കുന്നത്. സെന്റ് അഗസ്റ്റിൻ രൂപതയിലെ ബിഷപ്പ് എറിക് പോൾ മേയർ ഞായറാഴ്ച തീർത്ഥാടകരെ സ്വാഗതം ചെയ്തു. ഫ്ലോറിഡയിലെ കഠിനമായ വെയിലിനെ അവഗണിച്ച് ദിവ്യബലിയിലും പ്രദക്ഷിണത്തിലും 1000-ലധികം തീർത്ഥാടകർ ആദ്യദിന പരിപാടികളിൽ പങ്കെടുത്തു. വൈദികർ, സന്യസ്തർ, അൽമായർ, കുടുംബങ്ങൾ, ദിവ്യകാരുണ്യത്തെ അനുഗമിക്കുന്ന നിത്യ തീർത്ഥാടകർ എന്നിവർ ആദ്യ ദിനത്തിൽ ദിവ്യകാരുണ്യത്തിന് പിന്നാലെ തീർത്ഥാടനമായി നീങ്ങി. ദിവ്യകാരുണ്യത്തിലുള്ള യേശുവിന്റെ സജീവ സാന്നിധ്യത്തിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനായി US കത്തോലിക്ക മെത്രാൻമാർ ആരംഭിച്ച ദേശീയ ദിവ്യകാരുണ്യ പുനരുജ്ജീവന സംരംഭത്തിന്റെ ഭാഗമായാണ് ഓരോ വർഷവും തീർത്ഥാടനം നടത്തുന്നത്. 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ദിവ്യകാരുണ്യ തീർത്ഥാടനം ജൂലൈ 5 ഫിലാഡൽഫിയയിൽ സമാപിക്കും. ഇറാനിൽ മതസ്വാതന്ത്ര്യം സ്വപ്നങ്ങളിൽ മാത്രം. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച 41-കാരിക്ക് ഇനി ഇരുട്ടറ. ഇറാനിലെ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതെന്ന് വാദിക്കുന്ന ഇറാനിലെ IRGC ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വം സ്വന്തം രാജ്യത്തിലെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വാർത്തയിലേക്ക്. ഇറാനിൽ മതസ്വാതന്ത്ര്യം കിട്ടാക്കനിയാകുന്നു. ഇസ്ലാമിൽ നിന്ന് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിലാണ് 41 വയസ്സുകാരിയായ ഗസൽ മാർസ്ബാൻ എന്ന സ്ത്രീയെ ഇറാന്റെ ഇസ്ലാമിക റവല്യൂഷണറി കോടതി ക്രൂരമായ തടവുശിക്ഷയ്ക്ക് വിധിച്ചത്. ജയിലറയ്ക്കുള്ളിൽ 9 വർഷവും 8 മാസവുമാണ് യുവതിക്ക് തടവുശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ കണ്ണുവെട്ടിച്ച് രഹസ്യമായി ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവരെ ഇറാൻ എത്രത്തോളം വേട്ടയാടുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇറാൻ ഭരണകൂടത്തിന്റെ ദാരുണമായ ഈ വിധി. മതപരിവർത്തനം നടത്തിയതിന് പിന്നാലെ ഭരണകൂടത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന കടുത്ത പീഡനങ്ങൾക്കെതിരെ ഗസൽ ധീരമായി പ്രതികരിച്ചിരുന്നു. തനിക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഹിജാബ് ധരിക്കാതെ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുകയും ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തതിന് 2024 നവംബറിൽ ഇദ്ദേഹത്തെ 2 മാസം തടവിലിട്ടിരുന്നു. അതേസമയം ഗസൽ ജയിൽ മോചിതയായെങ്കിലും ഭരണകൂട കോടതിയുടെ വേട്ടയാടൽ അവസാനിച്ചില്ല. 2026 ജനുവരി 15 ഇവരെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയും കൈവശമുണ്ടായിരുന്ന ബൈബിളും മറ്റ് വിശുദ്ധ പുസ്തകങ്ങളും അധികൃതർ ഫലമായി പിടിച്ചെടുക്കുകയുമായിരുന്നു. ഭരണകൂടത്തിന്റെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കാവയ്യാതെയാണ് താൻ പ്രതിഷേധത്തിനിറങ്ങിയതെന്ന് ഗസൽ വ്യക്തമാക്കിയതായി ക്രൈസ്തവ പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന ആഗോള ഏജൻസിയായ ആർട്ടിക്കിൾ 18 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 9.2 കോടിയിലധികമുള്ള ജനസംഖ്യയുള്ള ഇറാനിൽ വെറും 8 ലക്ഷത്തോളം ക്രൈസ്തവർ മാത്രമാണ് ഉള്ളത്. മനുഷ്യാവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ക്രൈസ്തവരെ ഇല്ലാതാക്കുവാൻ കടുത്ത നിയമങ്ങളാണ് രാജ്യം നടപ്പിലാക്കുന്നത്. എന്നാൽ വിചിത്രമായ കാര്യം, ഭരണകൂടം വിലങ്ങുകൾ വെക്കുമ്പോഴും ഇറാനിൽ ആയിരക്കണക്കിന് ആളുകൾ രഹസ്യമായി ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്തുമതത്തിലേക്ക് മാറുന്നുണ്ട് എന്നതാണ്.
ഒരു കൊച്ചു പ്രാർത്ഥനയ്ക്ക് ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന സംഭവത്തിലേക്കാണ് അമേരിക്കയിലെ പെൻസിൽവേനിയയിൽ നിന്നും പുറത്തുവരുന്ന ഒരു വാർത്ത വിരൽ ചൂണ്ടുന്നത്. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന വഴി മരണമുഖത്തു നിന്നും ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട വാർത്ത വിശ്വാസ ലോകത്തെയാകെ അത്ഭുതപ്പെടുത്തുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്ന കൊച്ചു പ്രാർത്ഥന വഴി മരണമുഖത്തു നിന്നും ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട വാർത്ത വിശ്വാസ ലോകത്തെയാകെ അത്ഭുതപ്പെടുത്തുകയാണ്. അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് രൂപതയിലെ ഫാദർ ജോഫ്രീഡി അവതരിപ്പിച്ച ദി റോസറി സീരീസ് എന്ന പരിപാടിയിലൂടെയാണ് ഈ അത്ഭുത സാക്ഷ്യം ലോകമറിഞ്ഞത്. ഗ്രീൻ ട്രീ നിവാസിയായ ജോൺ പെട്രോവിച്ച് എന്ന സാധാരണക്കാരനായ മനുഷ്യനാണ് ഈ അനുഭവത്തിന് സാക്ഷിയായത്. എന്നത്തെയും പോലെ ജോഗിങ്ങിനായി പുറത്തിറങ്ങിയ ജോൺ ഒരു വീടിന്റെ മുറ്റത്ത് ആംബുലൻസ് കിടക്കുന്നത് കണ്ടു. താനൊരു ഡോക്ടർ അല്ലല്ലോ എന്ന് കരുതി അദ്ദേഹം ഓട്ടം തുടർന്നെങ്കിലും ആ വീട്ടിനുള്ളിലുള്ള വ്യക്തിക്കായി മനസ്സിൽ ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന മാത്രം ചൊല്ലി അദ്ദേഹം കടന്നുപോയി. എന്നാൽ കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം ഇതേ വഴിയിലൂടെ ജോൺ വീണ്ടും ജോഗിംഗ് നടത്തുമ്പോൾ വഴിയിലുണ്ടായിരുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തെ വിളിച്ചു നിർത്തി. നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു എന്നായിരുന്നു ആ സ്ത്രീയുടെ വാക്കുകൾ. അപരിചിതയായ ആ സ്ത്രീ പറഞ്ഞ വാക്കുകൾ കേട്ട് ജോൺ ആദ്യമൊന്ന് അമ്പരന്നു. എന്നാൽ ആ സ്ത്രീ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: കഴിഞ്ഞയാഴ്ച ഞാൻ മരണാസന്നയായി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ എനിക്ക് യേശുവിന്റെ ദർശനമുണ്ടായി. അവിടുത്തെ ഉള്ളം കൈയിൽ നിങ്ങളുടെ മുഖമുണ്ടായിരുന്നു. നിങ്ങൾ മരിക്കേണ്ടതായിരുന്നുവെന്നും എന്നാൽ ഈ മനുഷ്യന്റെ പ്രാർത്ഥന കാരണം നിനക്ക് ജീവൻ തിരികെ നൽകുന്നുവെന്നും യേശു എന്നോട് പറഞ്ഞതായി ആ സ്ത്രീ ജോണിനോട് പറഞ്ഞു. ഈ അനുഭവം തന്റെ പ്രാർത്ഥനാ ജീവിതത്തെയും കുടുംബത്തെയും പൂർണ്ണമായി മാറ്റിമറിച്ചുവെന്ന് ജോൺ സാക്ഷ്യപ്പെടുത്തുന്നു. മധ്യസ്ഥ പ്രാർത്ഥനകളുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഈശോയിലേക്ക് നേരിട്ടെത്താനുള്ള ഏറ്റവും എളുപ്പവഴി പരിശുദ്ധ അമ്മയാണെന്നും ജോൺ കൂട്ടിച്ചേർക്കുന്നു. പനാമയിലെ ഒരു ജുവനൈൽ ഹോമിൽ നിന്നുള്ള വാർത്ത ലോകശ്രദ്ധ നേടുന്നു. കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന 27 കൗമാരക്കാർ മാമോദീസ സ്ഥൈര്യലേപനം തുടങ്ങിയ കൂദാശകൾ സ്വീകരിച്ചു. വിശുദ്ധ കൂദാശകൾ സ്വീകരിച്ച് ഒരു പുതിയ ജീവിത വഴിയിലാണ് ഇന്നിവർ. പനാമ സിറ്റിയിലെ ലാസ് ഗാസാസ് ജുവനൈൽ ഡിറ്റൻഷൻ സെന്ററിലാണ് ഹൃദയസ്പർശിയായ ചടങ്ങുകൾ നടന്നത്. കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന 27 ബാല തടവുകാർ പെന്തക്കുസ്ത തിരുനാളിനോടനുബന്ധിച്ച് സ്ഥിരീകരണ കൂദാശകൾ സ്വീകരിച്ചു. അതേ വിശുദ്ധ കുർബാനയിൽ തന്നെ ഒരു കൗമാരക്കാരന് മാമോദിസയും നൽകി. പനാമ ആർച്ച് ബിഷപ്പ് ഹൊസെ ഡൊമിംഗോ ഉലോവയാണ് കൂദാശകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. വിശ്വാസത്തിന്റെയും ആത്മീയ പുനരുജ്ജീവനത്തിന്റെയും പ്രത്യാശയുടെയും ശക്തമായ സന്ദേശമായാണ് ഈ ചടങ്ങിനെ വിശേഷിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം, മാനസിക പിന്തുണ, ആത്മീയ പരിശീലനം എന്നിവ ഉൾപ്പെടുന്ന പുനരധിവാസ പദ്ധതികളുടെ ഭാഗമായാണ് ബാല തടവുകാർക്ക് ഈ അവസരം ഒരുക്കിയത്. ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തിലേക്ക് യുവാക്കളെ നയിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ദൈവം ക്ഷമിക്കുന്നവനും മനുഷ്യരെ പുതുക്കുന്നവനുമാണെന്ന് അവർ മനസ്സിലാക്കണം എന്ന് പനാമയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസിന്റെ ഡയറക്ടർ യാസ്തി ഫോർട്ടെ പറഞ്ഞു. സമൂഹം ഇവരെ അവരുടെ തെറ്റുകളിലൂടെ മാത്രമല്ല ഭാവിയിൽ അവർ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായി കാണണമെന്ന് ആർച്ച് ബിഷപ്പ് ഉലോവായും ആഹ്വാനം ചെയ്തു. സമൂഹത്തിന്റെ അതിരുകളിൽ കഴിയുന്നവർക്കൊപ്പം കരുണയോടെയും പ്രത്യാശയോടെയും നിലകൊള്ളുന്ന കത്തോലിക്ക സഭയുടെ ശുശ്രൂഷയുടെ ഭാഗമായാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. 2019 ലോക യുവജന ദിനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കേന്ദ്രം സന്ദർശിക്കുകയും ചില യുവാക്കളുടെ കുമ്പസാരം കേൾക്കുകയും ചെയ്തിരുന്നു. ദൈവത്തിന്റെ മറ്റൊരു മകനാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നാണ് പരിപാടിയിൽ പങ്കെടുത്ത ഫ്രെഡി എന്ന യുവാവിന്റെ വാക്കുകൾ. തെരുവിലായിരുന്നെങ്കിൽ ഈ മാറ്റം സാധ്യമാകുമായിരുന്നില്ല. ഇവിടെ ലഭിച്ച പിന്തുണയാണ് ദൈവസ്നേഹം തിരിച്ചറിയാൻ സഹായിച്ചതെന്നും ഫ്രെഡി പറഞ്ഞു. 650 വർഷത്തിനിടെ ആദ്യമായി പരിശുദ്ധ കന്യാമറിയത്തിന്റെ അരപ്പട്ട പൊതു പ്രദർശനത്തിന് ഒരുക്കി സെർബിയ. മധ്യ ബെൽഗ്രേഡിലെ വാസ്നസെൻസ്ക പള്ളിയിലാണ് പൊതു വണക്കത്തിനായി തിരുശേഷിപ്പ് ഒരുക്കിയിരിക്കുന്നത്. 650 വർഷത്തിനിടെ ആദ്യമായി ക്രൈസ്തവ വിശ്വാസത്തിലെ ഏറ്റവും ആദരണീയമായ തിരുശേഷിപ്പുകളിലൊന്നായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അരപ്പട്ട പൊതുദർശനത്തിനൊരുക്കി സെർബിയ. ഗ്രീസിലെ അത്തോസ് പർവ്വതത്തിലെ വറ്റോപെഡി ആശ്രമത്തിൽ സൂക്ഷിച്ചിരുന്ന ഈ തിരുശേഷിപ്പ് മധ്യ ബെൽഗ്രേഡിലെ വാസ്നെസെൻക പള്ളിയിലാണ് പൊതുദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ഓർത്തഡോക്സ് പാരമ്പര്യമനുസരിച്ച് ദൈവമാതാവായി ക്രൈസ്തവർ ആദരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭൗമിക ജീവിതവുമായി ബന്ധപ്പെട്ട അവശേഷിക്കുന്ന ഏക ഭൗതിക അവശിഷ്ടമായി ഈ തിരുശേഷിപ്പിനെ സഭ വണങ്ങുന്നു. ഒട്ടകരോമം കൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമ്മയായ വിശുദ്ധ അന്ന ഇത് നെയ്തതെന്ന് പറയപ്പെടുന്നു. പരിശുദ്ധ കന്യകാമാതാവിന്റെ സ്വർഗാരോപണത്തിന് ശേഷം അപ്പോസ്തോലനായ വിശുദ്ധ തോമസിന് ഈ അരപ്പട്ട സ്വർഗാരോപണത്തിന്റെ അടയാളമായി ലഭിച്ചു. വാസ്നസെൻക ദേവാലയത്തിൽ എത്തിച്ചേർന്ന സന്ദർശക നിര മൂലം മണിക്കൂറുകളോളം നീണ്ട ക്യൂവിന് ശേഷമാണ് തിരുശേഷിപ്പ് ദർശിക്കാൻ പലർക്കും സാധിച്ചത്. വിശ്വാസവും ചരിത്രവും ഇഴചേർന്ന തിരുശേഷിപ്പിന് സാക്ഷ്യം വഹിക്കാൻ വിശ്വാസികളും സഞ്ചാരികളും ഒരുപോലെ ദേവാലയത്തിലേക്ക് ഒഴുകുകയാണ്. കച്ചയുടെ പ്രദർശനം മധ്യകാല
പഴയകാല സെർബിയയുമായുള്ള അതിന്റെ ആഴത്തിലുള്ള ചരിത്രപരമായ ബന്ധത്തെയും എടുത്തു കാണിക്കുന്നു. യഥാർത്ഥ ആത്മീയ മൂല്യം തിരുശേഷിപ്പിലല്ല, മറിച്ച് വിശ്വാസികളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾക്കായുള്ള വിശ്വാസത്തിലും പ്രാർത്ഥനകളിലുമാണെന്ന് ദേവാലയ അധികൃതർ സെർബിയ.കോമിനോട് പറഞ്ഞു. 2026 മെയ് 29 വരെയാണ് മധ്യ ബെൽഗ്രേഡിലെ വാസ്നെസെൻക ദേവാലയത്തിൽ അരപ്പട്ടയുടെ പ്രദർശനം നടക്കുക. മത്സര വിജയത്തിന് ശേഷം ധീരമായ വിശ്വാസ പ്രഘോഷണം നടത്തി ആർസണൽ ഫുട്ബോൾ ക്ലബിലെ ക്രൈസ്തവരായ ടീം അംഗങ്ങൾ. 22 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രീമിയർ ലീഗ് കിരീടം ആർസണൽ കരസ്ഥമാക്കുന്നത്. 22 വർഷങ്ങൾക്ക് ശേഷം കരസ്ഥമാക്കിയ വിജയത്തെ ദൈവത്തിന് സമർപ്പിച്ച് ആഴ്സണൽ ഫുട്ബോൾ ക്ലബിലെ ക്രൈസ്തവരായ ഫുട്ബോൾ താരങ്ങൾ ഗബ്രിയേൽ മാർട്ടിനെലി, മൈൽസ് ലൂയിസ് കെല്ലി, ഗബ്രിയേൽ മഗൽഹെസ്, പിയറോ ഹിൻകാപ്പി, എബറച്ചി ഈസ്, ഗബ്രിയേൽ ജീസസ്, മാക്സ് ഡൌമാൻ എന്നിവരുൾപ്പെടെയുള്ള കളിക്കാരാണ് തങ്ങളുടെ മെഡലുകളും ട്രോഫിയും പ്രദർശിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രത്തിൽ കുരിശടയാളം പിടിച്ചും ദൈവത്തിന്റെ മഹത്വത്തിനായി ദൈവം നൽകിയതെന്നും ഞാൻ യേശുവിന്റേതാണെന്നും എഴുതിയ ടീഷർട്ടുകൾ ഉയർത്തിപ്പിടിച്ചിരുന്നത്. ക്രൈസ്തവ വിശ്വാസം പങ്കിടുന്ന ടീം അംഗങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നുവന്ന വിളിപ്പേരാണ് ബൈബിൾ ബോയ്സ് എന്നത്. ഇത്തരത്തിൽ തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രഘോഷിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം തന്നെ താരങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താറുമുണ്ട്. 2025 ഡിസംബറിലെ പ്രീമിയർ ലീഗ് മത്സരങ്ങൾക്കിടയിൽ പതിവായി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ടീം ഹോട്ടലുകളിൽ താമസിക്കുമ്പോൾ ബൈബിൾ പഠനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ടെന്ന് നോണി മഡൂക്കെ മുൻപ് മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. മത്സരങ്ങൾക്ക് മുൻപ് സഹകളിക്കാർ പങ്കിട്ട അവരുടെ വിശ്വാസവും ആഴത്തിലുള്ള പിന്തുണ സൃഷ്ടിക്കുന്നുവെന്നും നമുക്കുവേണ്ടി പോരാടുന്ന ദൈവമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും അത് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.